നമ്മൾ ശ്വാസം എടുക്കുന്നത് നമ്മുടെ ശരീരത്തിൽ ഓക്സിജനെയും ജീവനെയും മെയിൻറ്റെയിൻ ചെയ്യാൻ മാത്രമായിട്ടുള്ള ഒരു കാര്യമല്ല കേട്ടോ. ഈ ഒരു ശ്വാസത്തിന് നിങ്ങൾ ശരിയായിട്ടുള്ള പ്രക്രിയയിൽ ഉപയോഗിച്ച് വരികയാണെങ്കിൽ ഇത് നിങ്ങളുടെ സ്ട്രെസ്സിനെ നന്നായിട്ട് കൺട്രോൾ ചെയ്യാനും മൈൻഡിനെ കൺട്രോൾ ചെയ്യാനും ശരീരത്തിനെ നാച്ചുറലി ഡീടോക്സിഫിക്കേഷൻ ചെയ്യാനും ഉറക്കത്തിനെ മെച്ചപ്പെടുത്താനും വളരെയധികം സഹായിക്കുന്ന ഒരു കാര്യമാണ്. അതിനായിട്ട് നമ്മൾ യോഗയിൽ വർഷങ്ങളായിട്ട് ചെയ്തു വരുന്ന ഒരു ശക്തമായിട്ടുള്ള ഒരു ടെക്നിക്കാണ് കുംഭക മഹാവിദ്യ എന്ന് പറയുന്ന ഒരു കാര്യം. ശരിക്കും പറഞ്ഞാൽ പ്രാണശക്തിയെ നിയന്ത്രിക്കുന്ന ഒരു വിദ്യ കൂടിയാണിത്. ഇതൊരു ബ്രീത്ത്, നമ്മുടെ ശ്വാസത്തിന് ഹോൾഡ് ചെയ്യുന്ന ഒരു കാര്യം ആയതുകൊണ്ട് തന്നെ നോർമൽ ആയിട്ടുള്ള ബ്രീത്തിങ് എക്സസൈസിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ കുറച്ച് വ്യത്യാസമായിട്ടുള്ള ഒരു കാര്യമാണ്. അതുകൊണ്ട് നിങ്ങളിത് ശരിയായിട്ടുള്ള രീതിയിൽ പ്രാക്ടീസ് ചെയ്ത് വരികയാണെങ്കിൽ ഇത് നിങ്ങളുടെ മൈൻഡിനെയും ബോഡിനെയും കംപ്ലീറ്റ്ലി നിങ്ങൾക്ക് മാറ്റാനായിട്ട് സഹായിക്കും. പക്ഷെ ഇത് തെറ്റായിട്ടുള്ള രീതിയിലാണ് നിങ്ങൾ ചെയ്യുന്നതെങ്കിൽ അതുപോലെ തന്നെ നിങ്ങൾക്ക് അപകടവും ചെയ്യുന്ന ഒരു കാര്യം കൂടിയാണ്. അപ്പൊ ഇന്നത്തെ ഒരു വീഡിയോയിൽ ഞാൻ ഈ കുംഭക വിദ്യ സേഫ് ആയിട്ട് നിങ്ങൾക്ക് എങ്ങനെ ചെയ്യാം, എത്ര സമയം നിങ്ങൾ ഇത് ചെയ്യണം, ആരൊക്കെ ഇത് അവോയ്ഡ് ചെയ്യണം, ഇതിന്റെ ഗുണങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ള എല്ലാ കാര്യങ്ങളും ഞാൻ ഇന്നത്തെ ഒരു വീഡിയോയിൽ പറയുന്നുണ്ട്. അപ്പൊ വീഡിയോ മുഴുവനായിട്ട് കാണാനായിട്ട് ശ്രദ്ധിക്കുക. കാരണം ഇടയ്ക്കിടയ്ക്ക് ഞാൻ ഇതിന്റെ ഗുണങ്ങളും എല്ലാ കാര്യങ്ങളും പറയുന്നത് കൊണ്ട് ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് അറിവ് ലഭിക്കും. സോ നമസ്കാരം, ഞാൻ ഡോക്ടർ അഞ്ജലി, ആയുർവേദ കൺസൾട്ടന്റ് വർക്കിംഗ് വിത്ത് ആയുഷ് ശക്തി ഇൻ മുംബൈ. അപ്പൊ ഈ ഒരു കുംഭക വിദ്യ എന്താണെന്ന് ഷോർട്ട് ആയിട്ട് ഞാൻ പറഞ്ഞുതരാം. അറിയാത്തവർക്കായിട്ട്, അറിയുന്നവരാണെങ്കിൽ സ്കിപ്പ് ചെയ്യാൻ കുഴപ്പമില്ല. ഈ കുംഭകം എന്ന് പറയുന്നത്, കുംഭം എന്ന് പറയുന്ന ഒരു വാക്കിൽ നിന്നാണ് ഇത് വന്നത്. കുംഭം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാത്രം. നമ്മുടെ ശ്വാസം പാത്രം പോലെ ഹോൾഡ് ചെയ്യുക എന്നുള്ള ഒരു അർത്ഥമാണ് ഇതിനുള്ളത്. രണ്ട് തരത്തിൽ ഇതുണ്ട്, അന്തർകുംഭകം, ബാഹ്യർകുംഭകം. അന്തർകുംഭകം എന്ന് പറഞ്ഞാൽ ശ്വാസം നമ്മൾ ഉള്ളിലേക്ക് എടുത്തിട്ട് ഹോൾഡ് ചെയ്യുന്നതിനാണ് നമ്മൾ അന്തർകുംഭകം എന്ന് പറയാ. ബാഹ്യർകുംഭകം എന്ന് പറഞ്ഞാൽ ശ്വാസം പുറത്തേക്ക് വിട്ട് ഹോൾഡ് ചെയ്യുന്നതിനാണ് നമ്മൾ ബാഹ്യർകുംഭകം എന്ന് പറയാ. ടെൻഷൻ ആവണ്ട, ഇത് എങ്ങനെയാ ചെയ്യേണ്ടത് എന്നുള്ള ഒരു കാര്യം വീഡിയോയുടെ അവസാനം ഞാൻ പറയുന്നുണ്ട്. അത് കാണുമ്പോൾ നിങ്ങൾക്ക് വളരെ സിമ്പിൾ ആയിട്ട് തോന്നും. ഇനി ഇതിനൊരു അഡ്വാൻസ് ആയിട്ടുള്ള ഒരു സ്റ്റേജ് ആണ് കേവല കുംഭകം. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാച്ചുറലി ബ്രീത്ത് സ്റ്റോപ്പ് ആകുന്ന ഒരു സ്റ്റേജ് ആണ്. പക്ഷെ ഇത് കുറച്ച് അഡ്വാൻസ് ആയിട്ടുള്ള ഒരു സ്റ്റേജ് ആണ്. നമ്മൾ ഈ ഒരു കാര്യം ഇവിടെ പറയുന്നില്ല. നമ്മളിവിടെ അന്തർകുംഭകം ബാഹ്യർകുംഭകം മാത്രമേ ഇവിടെ മെൻഷൻ ചെയ്യുന്നുള്ളൂ. ഒരു ബിഗിനർ ആയിട്ടുള്ള ഒരാൾക്ക് നിത്യേന ചെയ്യാൻ പറ്റിയിട്ടുള്ളത് ആ രണ്ട് കാര്യങ്ങളാണ്. അതിൽ നമുക്ക് ഫോക്കസ് ചെയ്യാം. അപ്പൊ നമുക്ക് ഇതിന്റെ ഗുണങ്ങളിലേക്ക് ആദ്യം കിടക്കാം. ഗുണങ്ങൾ കേട്ടതിന് ശേഷം നിങ്ങൾക്ക് സ്റ്റെപ്പിലേക്ക് പോവാം. ഇല്ല, നിങ്ങൾക്ക് ഗുണങ്ങൾ കേൾക്കണ്ടെന്നുണ്ടെങ്കിൽ നേരിട്ട് സ്റ്റെപ്പിലേക്ക് പോകാൻ കുഴപ്പമൊന്നുമില്ല. അപ്പൊ നമ്മുടെ ഒന്നാമത്തെ ഒരു ഗുണമാണ് ബ്രെയിൻ പവർ നന്നായിട്ട് കൂട്ടാനും ഫോക്കസ് വർദ്ധിക്കാനും. നോർമലായിട്ട് നമ്മൾ ശ്വാസം എടുക്കുന്ന സമയത്ത് നമ്മുടെ തലച്ചോറിനുണ്ടല്ലോ, നമ്മുടെ ഓക്സിജനെ പൂർണ്ണമായിട്ട് ഉപയോഗിക്കാനായിട്ട് പറ്റില്ല. പക്ഷെ നമ്മൾ കുംഭക ചെയ്യുന്ന സമയത്ത് നമ്മൾ ശ്വാസം ഹോൾഡ് ചെയ്യാണ് ചെയ്യുക. ഇതിലൂടെ നമ്മുടെ തലച്ചോറ് ഓക്സിജനെ പൂർണ്ണമായിട്ട് ഉപയോഗിക്കുകയും ഇതിലൂടെ തലച്ചോറിന്റെ കോൺസെൻട്രേഷൻ നന്നായിട്ട് കൂട്ടാനും മെമ്മറി കുറച്ചും കൂടി ഷാർപ്പ് ആകാനും വളരെയധികം സഹായിക്കുന്ന ഒരു കാര്യമാണ്. ഇപ്പൊ നിങ്ങൾ പഠിക്കുന്ന കുട്ടികളൊക്കെ ആണെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾക്ക് പഠിക്കുന്ന കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ ഒരു കുംഭക ചെയ്യുന്നതിലൂടെ മെമ്മറി നന്നായിട്ട് ഷാർപ്പ് ആകാനായിട്ട് വളരെയധികം സഹായിക്കുന്ന ഒരു കാര്യമാണ്. അപ്പൊ തീർച്ചയായിട്ടും നിങ്ങൾ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. രണ്ടാമത്തെ ഒരു ബെനിഫിറ്റ് ആണ് സ്ട്രെസ്സും ആൻസൈറ്റിയും കുറയ്ക്കാനായിട്ട്. നമ്മൾ ഈ സ്ട്രെസ് വരുന്ന സമയത്ത് നിങ്ങൾ പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ടാകും, നമ്മുടെ ബ്രീത്തിങ് വളരെയധികം ഫാസ്റ്റ് ആവില്ലേ? പക്ഷെ നമ്മൾ കുംഭക ചെയ്യുന്ന സമയത്ത് നമ്മുടെ ബ്രീത്തിങ്ങിന്റെ പാറ്റേൺ വളരെ സ്ലോ ആയിട്ടുള്ള ഒരു പാറ്റേൺ ആണ്. ഇതിലൂടെ നമ്മുടെ ഞരമ്പുകൾ കുറച്ചൊന്ന് ശാന്തമാകും. ഇത്തരത്തിൽ ഞരമ്പുകൾ ശാന്തമാകുന്ന സമയത്ത് നമ്മുടെ ആൻസൈറ്റി, മൈൻഡ് കുറച്ചൊന്ന് കാം ഡൗൺ ആവും. മൈൻഡ് കാം ഡൗൺ ആവുമ്പോൾ നമ്മുടെ ഓവർ തിങ്കിങ് കുറയും, ആൻസൈറ്റി നല്ല രീതിയിൽ കുറയാനായിട്ട് നല്ല രീതിയിൽ സഹായിക്കും. അപ്പൊ നിങ്ങൾ രാത്രി, ഇത്തരത്തിൽ കൂടുതലും ആൻസൈറ്റി ഉള്ളവരൊക്കെ ആണെങ്കിൽ രാത്രി നിങ്ങൾ ചെയ്ത് കിടക്കുന്നതിലൂടെ മൈൻഡ് റിലാക്സ് ആകാനായിട്ട് നല്ലൊരു കാര്യമാണ്. അപ്പൊ തീർച്ചയായിട്ടും ട്രൈ ചെയ്യുക. അടുത്തതാണ് ലങ്സിന്റെ കപ്പാസിറ്റി കൂട്ടാൻ. കുംഭക ചെയ്യുന്ന സമയത്ത് നമ്മുടെ ലങ്സ് ഓട്ടോമാറ്റിക്കലി വികസിക്കുകയും അതുപോലെ തന്നെ ചുരുങ്ങുകയാണ് ചെയ്യുക. ഇത് ഓട്ടോമാറ്റിക്കലി എന്നും ചെയ്യുന്നതിലൂടെ ലങ്സ് കുറച്ചൊന്ന് ട്രെയിൻ ആകും. ഇത്തരത്തിൽ ട്രെയിൻ ആകുന്നതിലൂടെ ലങ്സിന്റെ മസിൽസ് കുറച്ചൊന്ന് സ്ട്രോങ് ആവുകയും ലങ്സിന്റെ കപ്പാസിറ്റി നന്നായിട്ട് കൂട്ടാനും നല്ലതാണ്. ഇപ്പൊ ചില ആൾക്കാരൊക്കെ പടികളൊക്കെ കയറുന്ന സമയത്ത്, സ്റ്റെപ്സ് ഒക്കെ കയറുന്ന സമയത്ത് നന്നായിട്ട് കിതപ്പ് അനുഭവിക്കുന്ന കുറെ ആൾക്കാരുണ്ടല്ലേ. അപ്പൊ അത്തരത്തിലുള്ളവരൊക്കെ ആണെങ്കിൽ കുംഭകം നിങ്ങൾ നിത്യമായിട്ട് ചെയ്തു വരികയാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ബുദ്ധിമുട്ട് പതുക്കെ പതുക്കെ എന്തായാലും മാറിക്കിട്ടുന്നതായിരിക്കും. അപ്പൊ തീർച്ചയായിട്ടും നിങ്ങളും ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. നെക്സ്റ്റ് ആണ് നമ്മുടെ എനർജി ലെവൽ നന്നായിട്ട് കൂട്ടാനായിട്ട്. നമ്മുടെ ശരീരത്തിലുണ്ടല്ലോ ഓക്സിജന്റെ സപ്ലൈ നന്നായിട്ട് കുറയുന്ന സമയത്താണ് നമുക്ക് എപ്പോഴും നന്നായിട്ട് ഒരു വീക്ക്നെസ് പോലെ അല്ലെങ്കിൽ ഒരു ക്ഷീണം നന്നായിട്ട് തോന്നുക. അപ്പൊ ഈ ഒരു പ്രാണായാമത്തിന്റെ പ്രാക്ടീസിലൂടെ നമ്മുടെ ക്ഷീണത്തിനെ നന്നായിട്ട് കുറയ്ക്കാനും ദിവസം മുഴുവൻ ഒരു ആക്റ്റീവ് ആയിട്ടിരിക്കുന്ന പോലെ ഫീൽ നമുക്ക് കിട്ടും. രാവിലെ നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ ദിവസം മുഴുവനും ആ ഒരു എനർജി ലെവൽ തീർച്ചയായിട്ടും ഉണ്ടാവും കേട്ടോ. അഞ്ചാമത്തെ ഒരു ബെനിഫിറ്റ് ആണ് ഹാർട്ട് ഹെൽത്തിനെ ഇംപ്രൂവ് ചെയ്യാനായിട്ട്. നമ്മൾ ഇത്തരത്തിൽ ശ്വാസം ഹോൾഡ് ചെയ്യുന്ന സമയത്തുണ്ടല്ലോ നമ്മുടെ സർക്കുലേഷനിൽ ചെറിയൊരു മാറ്റങ്ങൾ ഉണ്ടാകുകയാണ് ചെയ്യുക.
ഇത് നമ്മുടെ ഹാർട്ടിന് കുറച്ചും കൂടി എഫിഷ്യന്റ് ആയിട്ട് വർക്ക് ചെയ്യാനായിട്ട് വളരെയധികം സഹായിക്കും. നിങ്ങളിപ്പോ കുംഭക എന്ന് പറയുന്ന പ്രാണായാമം ലോങ് ടേമിൽ ചെയ്തു വരുന്നവരാണെങ്കിൽ ഹാർട്ടിനെ കുറച്ചും കൂടി ഹെൽത്തി ആക്കി വെക്കാൻ വളരെ നല്ലൊരു കാര്യമാണ്. ഇത് നമ്മുടെ അവസാനത്തെ ആറാമത്തെ ഒരു ഗുണമാണ് മൈൻഡിനെ കൺട്രോൾ ചെയ്യാനും. ഇപ്പൊ നിങ്ങൾ മെഡിറ്റേഷൻസ് ഒക്കെ ചെയ്യുന്നവരൊക്കെ ആണെങ്കിൽ അതിനെ കുറച്ചും കൂടി നന്നായിട്ട് ഇംപ്രൂവ് ചെയ്യാനും വളരെ നല്ലതാണിത്. കാരണം നമ്മൾ മെഡിറ്റേഷൻസ് ഒക്കെ ചെയ്യാനിരിക്കുന്ന സമയത്ത് മൈൻഡ് പെട്ടെന്ന് ഡിസ്ട്രാക്ട് ആയിട്ട് പോകില്ലേ. അപ്പൊ കുംഭക ചെയ്യുന്നതിലൂടെ നമ്മുടെ മൈൻഡ് കുറച്ചൊന്ന് സ്ലോ ഡൗൺ ആവുകയാണ് ചെയ്യുക. അതിലൂടെ നമുക്ക് കുറച്ചൊന്ന് ഫോക്കസ് കൂട്ടാനും മൈൻഡ് കുറച്ചൊന്ന് കോൺസെൻട്രേറ്റ് ആകാനും ഇമോഷൻസിനെ നന്നായിട്ട് കൺട്രോൾ ചെയ്യാനും നമുക്ക് സഹായിക്കും. അപ്പൊ ബിഗിനർ ആയിട്ട് മെഡിറ്റേഷൻസ് ഒക്കെ ചെയ്യുന്നവരൊക്കെ ആണെങ്കിൽ നിങ്ങൾ കുംഭക പ്രാക്ടീസ് ചെയ്യുന്നതിലൂടെ കുറച്ചുകൂടി നെക്സ്റ്റ് ലെവലിൽ നിങ്ങൾക്ക് ഫോക്കസ് കൂട്ടാനായിട്ട് വളരെ നല്ലതാണ്. അപ്പൊ ഇത് നിങ്ങൾ തീർച്ചയായിട്ടും ട്രൈ ചെയ്യുക. അടുത്തതാണ് സേഫ്റ്റി. ഈ ഒരു കുംഭക പ്രോസസ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ചും കൂടി പവർഫുൾ ആയിട്ടുള്ള ഒരു കാര്യം ആയതുകൊണ്ട് തന്നെ നിങ്ങൾ ഇത് ചെയ്യുന്ന സമയത്ത് കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കണം കേട്ടോ. ഒന്നാമത്തെ ഒരു കാര്യം, നിങ്ങൾക്കിപ്പോ ചെയ്യുന്ന സമയത്ത് തലചുറ്റൽ പോലെയുള്ള കാര്യങ്ങളൊക്കെ തോന്നുകയാണെങ്കിൽ നിങ്ങൾ പെട്ടെന്ന് തന്നെ ഈ ഒരു പ്രോസസ്സ് ചെയ്യുന്നത് നിർത്താനായിട്ട് നോക്കുക. രണ്ടാമത്തെ ഒരു കാര്യം, കൂടുതൽ ഇങ്ങനെ ഫോഴ്സ് കൊടുത്തിട്ട് നിങ്ങൾ ഒരിക്കലും ശ്വാസത്തിന് ഹോൾഡ് ചെയ്ത് വെക്കാതിരിക്കുക. മൂന്നാമത്തെ ഒരു കാര്യം, നിങ്ങൾക്കിപ്പോൾ ഹൈ ബി പി ഉണ്ട്, പ്രഗ്നന്റ് ആയിട്ടുള്ള ലേഡിയാണ്, ഹാർട്ടിൽ എന്തെങ്കിലും നിങ്ങൾക്ക് പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ ഈ ഒരു കാര്യം ഒഴിവാക്കുന്നതാണ് ബെസ്റ്റ് ആയിട്ടുള്ളത്. ഇത് നിങ്ങൾക്ക് ചെയ്യണം എന്നുണ്ടെങ്കിൽ തന്നെ നിങ്ങൾ നിങ്ങളുടെ ഡോക്ടറോട് കൺസൾട്ട് ചെയ്യുക. അവരിപ്പോ പറയാണ് ഓക്കെ കുഴപ്പമൊന്നുമില്ല ചെയ്തോന്ന് പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാം, കുഴപ്പമില്ല. ഈ ഒരു കുംഭക വിദ്യ എങ്ങനെ ചെയ്യാം എന്ന് നമുക്ക് നോക്കാം. ഇതിനായിട്ട് നിങ്ങൾ ഒരു ശാന്തമായിട്ടുള്ള ഒരു സ്ഥലത്ത്, നിലത്താണെങ്കിൽ നിലത്ത് അല്ലെങ്കിൽ കസാരയില്, നിലത്തിരിക്കുന്നവരാണെങ്കിൽ ചമ്രം മടിഞ്ഞ് നിങ്ങൾക്ക് ഏതാണോ കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു പോസ് അതിലിരിക്കുക. അതുപോലെ നിലത്തിരിക്കാൻ പറ്റാത്തവരാണെങ്കിൽ കസാരയിൽ നിവർന്നിരിക്കുക. ഇരിക്കുന്ന സമയത്ത് നമ്മുടെ കണ്ടല് സ്ട്രെയിറ്റ് ആയിട്ട് ഇരിക്കണം. അതുപോലെ ഷോൾഡർ കുറച്ചൊന്ന് റിലാക്സ് ആയിട്ട്, വളരെ റിലാക്സ് ആയിട്ട് കാം ആയിട്ട് നിങ്ങൾ ഇരിക്കാനായിട്ട് നോക്കുക. സ്ട്രെയിറ്റ് ആയിട്ട് നിങ്ങൾ ഇരുന്നതിന് ശേഷം പതുക്കെ നിങ്ങളുടെ കണ്ണുകൾ നന്നായിട്ട് അടയ്ക്കുക. കണ്ണുകൾ നിങ്ങൾ അടച്ചിട്ട് ഒരു 1-2 മിനിറ്റ് നോർമൽ ആയിട്ടുള്ള ഒരു ബ്രീത്തിങ് നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുക. ഡയറക്റ്റ്ലി നമ്മൾ കുംഭകയല്ല സ്റ്റാർട്ട് ചെയ്യുന്നത്. ഡയറക്റ്റ് നമ്മൾ ജസ്റ്റ് ഒന്ന് ബോഡിനെ മൈൻഡിനെ ജസ്റ്റ് ഒന്ന് റിലാക്സ് ചെയ്യാനായിട്ട് നോർമൽ ഇൻഹേൽ എക്സ്ഹേല് നിങ്ങൾ ചെയ്യുക. ശേഷം അടുത്തതാണ് നമ്മൾ പ്രാണായാമം ചെയ്യുക, അതായത് ബ്രീത്തിങ് എക്സസൈസ്, അനുലോം വിലോം. ഇത് നിങ്ങൾ ചെയ്യേണ്ടത് ഒരു 5 മിനിറ്റ് നിങ്ങൾ ചെയ്യാനായിട്ട് നോക്കുക. കാരണം നമ്മൾ ഈ കുംഭകയ്ക്ക് മുന്നേ നമ്മുടെ ശരീരത്തിന് ഞരമ്പുകൾ ജസ്റ്റ് ഒന്ന് റിലാക്സ് ചെയ്യേണ്ടത് വളരെയധികം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. രണ്ടാമതായിട്ട് മൈൻഡിനെ ജസ്റ്റ് ഒന്ന് കാം ചെയ്തതിന് ശേഷം നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യമാണ് അനുലോം വിലോം. ഇനി അനുലോം വിലോം ചെയ്യാൻ അറിയാത്തവർക്കായിട്ട് ഞാൻ കാണിച്ചു തരാം. അതായത് നമ്മുടെ കയ്യിന്റെ മുദ്ര ഇങ്ങനെ വേണമെങ്കിൽ ഇങ്ങനെ പിടിക്കാം, അല്ലെങ്കിൽ ഇങ്ങനെ പിടിക്കാം. ഏതെങ്കിലും ഒരു മുദ്രയില് ഈ തള്ളവിരലുകൊണ്ട് ഒരു മൂക്കും മറ്റേ വിരലുകൊണ്ട് ഈ ഒരു മൂക്കും അടയ്ക്കുക. എന്നിട്ട് ഒരു വിരല് വിട്ടതിന് ശേഷം ഇപ്പൊ ഇടത്തെ മൂക്കിലൂടെ നമ്മൾ ശ്വാസം എടുക്കുകയാണെന്ന് വിചാരിക്കുക. അതായത് എന്നിട്ട് ഇടത്തെ മൂക്ക് അടച്ച് വലത്തെ മൂക്കിലൂടെ ശ്വാസം പുറത്തേക്ക് വിടുക. എന്നിട്ട് വീണ്ടും വലത്തെ മൂക്കിലൂടെ ശ്വാസം എടുക്കുക. ഇടത്തെ മൂക്കിലൂടെ ശ്വാസം പുറത്തേക്ക് വിടുക. വീണ്ടും ഇടത്തെ മൂക്കിലൂടെ ശ്വാസം എടുക്കുക. വലത്തെ മൂക്കിലൂടെ ശ്വാസം പുറത്തേക്ക് വിടുക. ഇങ്ങനെ ജസ്റ്റ് ഒരു 5 മിനിറ്റോളം നിങ്ങൾ ഇങ്ങനെ അനുലോം വിലോം ചെയ്യാനായിട്ടും കൂടി ശ്രദ്ധിക്കും. മൂന്നാമതാണ് നമ്മൾ കുംഭക ചെയ്യുന്നത്. അപ്പൊ ആദ്യം നമ്മൾ മൈൻഡിന് റിലാക്സ് ചെയ്തു, രണ്ടാമത് അനുലോം വിലോം ചെയ്തു, മൂന്നാമതാണ് കുംഭകം. കുംഭകം ഞാൻ പറഞ്ഞു 2 തരത്തിലുണ്ട്, അന്തർ കുംഭകം ഉണ്ട്, ബാഹിർ കുംഭകം ഉണ്ട്. ആദ്യം ഞാൻ നിങ്ങൾക്ക് അന്തർ കുംഭകം എങ്ങനെ ചെയ്യുന്നത് കാണിച്ചു തരാം. അത് നിങ്ങളൊരു 5 സെറ്റ് ചെയ്തതിനു ശേഷം ബാഹിർ കുംഭകം നിങ്ങൾക്ക് ചെയ്യാം. അപ്പോ അന്തർ കുംഭകം ചെയ്യാനായിട്ട് ജസ്റ്റ് ഒന്ന് ബ്രീഫായിട്ട് പറഞ്ഞുതരാം എങ്ങനെ ചെയ്യുന്നതെന്ന്. നിങ്ങൾ ശ്വാസം ഉള്ളിലേക്ക് എടുക്കുക. ശ്വാസം ഉള്ളിലേക്ക് എടുക്കുമ്പോൾ ഒരു 5 സെക്കൻഡ് കൗണ്ടിൽ നിങ്ങൾ ഉള്ളിലേക്ക് എടുക്കുക. എന്നിട്ട് ഒരു 10 സെക്കൻഡ് ഹോൾഡ് ചെയ്യുക. ആദ്യമായിട്ട് ചെയ്യുന്ന ആളുകളൊക്കെ ആണെങ്കിൽ 10 സെക്കൻഡ് വരെ ഹോൾഡ് ചെയ്താൽ മതി. പതുക്കെ പതുക്കെ നിങ്ങൾ അതിൽ കുറച്ച് എക്സ്പേർട്ട് ആയിട്ട് വരുന്ന സമയത്ത് 20 സെക്കൻഡ്, 30 സെക്കൻഡ്, 1 മിനിറ്റ് നിങ്ങൾക്ക് അതിനനുസരിച്ചുള്ള രീതിയിൽ നിങ്ങൾക്ക് ഹോൾഡ് ചെയ്യാം. ആദ്യമായിട്ട് ചെയ്യുന്നവരാണെങ്കിൽ 10 സെക്കൻഡ് ഹോൾഡ് ചെയ്താൽ മതി. 10 സെക്കൻഡ് ഹോൾഡ് ചെയ്യുക. ഹോൾഡ് ചെയ്യുന്ന സമയത്തുണ്ടല്ലോ നമ്മുടെ ഈ ഒരു താടി ഭാഗം ഇങ്ങനെ ഈ ചെസ്റ്റിന്റെ ഭാഗത്തേക്ക് മുട്ടിച്ച് വെക്കുകയാണെങ്കിൽ കുറച്ചും കൂടി ഈസി ആയിരിക്കും നമുക്ക് ഹോൾഡ് ചെയ്യാനായിട്ട്. ശേഷം 10 സെക്കൻഡ് കഴിഞ്ഞ് കഴിയുമ്പോൾ താടി ഇങ്ങനെ മുകളിലേക്ക് ആക്കിയിട്ട് എഗെയിൻ നമ്മളൊരു 5 സെക്കൻഡ് കൗണ്ടിൽ പതുക്കെ ആശ്വാസം പുറത്തേക്ക് വിടുക. ഇത്രയാണ് പ്രോസസ്സ്. എങ്ങനെ ചെയ്യാന്ന് കാണിക്കാം. അതായത് ശ്വാസം ഉള്ളിലേക്ക് എടുക്കുക 5 സെക്കൻഡില്.
എന്നിട്ട് ഹോൾഡ് ചെയ്യുക. ഹോൾഡ് ചെയ്യുന്ന സമയത്ത് താടി ഇങ്ങനെ ചെസ്റ്റിന്റെ അവിടേക്ക് മുട്ടിച്ചു വെക്കാം. പത്ത് സെക്കൻഡ് കഴിയുമ്പോൾ താടി നിവർത്തിയിട്ട് 5 സെക്കൻഡ് കൗണ്ടിൽ ശ്വാസം പുറത്തേക്ക് വിടുക. ഇത്രയേ ഉള്ളൂ സംഭവം. റിപ്പീറ്റ് ആയിട്ട് കാണിക്കാം. ഇങ്ങനെ ഒരു സെറ്റ് കഴിഞ്ഞ് കഴിയുന്ന സമയത്ത് നോർമലായിട്ട് നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഇൻഹെയിലും എക്സ്ഹെയിലും ചെയ്ത് കൊടുക്കുക. അതായത് നോർമൽ ബ്രീത്തിങ് എടുത്തിട്ട് ഇൻഹെയിൽ എക്സ്ഹെയിലും ചെയ്യുക. എന്നിട്ട് വീണ്ടും ഇത് റിപ്പീറ്റ് ചെയ്യുക. 5 സെക്കൻഡ് കൗണ്ട് ഇൻഹെയിൽ, 10 സെക്കൻഡ് ഹോൾഡ്, അതിനുശേഷം 5 സെക്കൻഡ് വിടുക. ഇനി 10 സെക്കൻഡ് നിങ്ങൾക്ക് ഇനീഷ്യലി ഹോൾഡ് ചെയ്യാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ 5 സെക്കൻഡ് ഹോൾഡ് ചെയ്താൽ മതി. നിങ്ങൾക്ക് എത്രയാണോ പറ്റുന്നത് അതിനനുസരിച്ച് മാത്രം ചെയ്യുക. ഒരിക്കലും ഫോഴ്സ് എടുത്ത് നിങ്ങൾ ചെയ്യണ്ട. അത്രമാത്രം നിങ്ങൾ ശ്രദ്ധിക്കുക. അപ്പൊ ഇതാണ് നമ്മുടെ അന്തർ കുംഭക എന്ന് പറയുന്ന ഒരു കാര്യം. അടുത്തതാണ് ബാഹിർ കുംഭകം. ബഹിർ കുംഭകം എന്ന് പറയുന്നത് സെയിം പ്രോസസ് തന്നെയാണ്. ഉള്ളിൽ നിന്നുള്ള പ്രഷറിന് പുറത്തേക്ക് കളയുക. അതാണ് നമ്മളിവിടെ ചെയ്യുന്നത്. അതിനെങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനായിട്ട് നമ്മൾ 5 സെക്കൻഡ് ശ്വാസം ഉള്ളിലേക്ക് എടുക്കുക. എന്നിട്ട് 10 സെക്കൻഡ് കൊണ്ട് ആ ശ്വാസത്തിന് പുറത്തേക്ക് കളയുക. ഫുൾ പ്രഷർ എടുത്തിട്ട് പുറത്തേക്ക് കളയുക. എന്നിട്ട് 5 സെക്കൻഡ് ഹോൾഡ് ചെയ്യുക. ഇതാണ് സംഭവം. അതായത് 5 സെക്കൻഡ് കൊണ്ട് ഇൻഹെയിൽ ചെയ്യുക. എന്നിട്ട് 10 സെക്കൻഡ് കൊണ്ട് ആ ശ്വാസത്തിന് പുറത്തേക്ക് ഫോഴ്സ്ഫുള്ളി കളയുക. എന്നിട്ട് 5 സെക്കൻഡ് ഹോൾഡ് ചെയ്യുക. അതിനായിട്ട് ഇതിങ്ങനെ താഴ്ത്തിയതിനു ശേഷം 5 സെക്കൻഡ് ഹോൾഡ് ചെയ്യുക. എന്നിട്ട് നോർമൽ ആയിട്ട് ഇൻഹെയിൽ എക്സ്ഹെയിലും ചെയ്യാം. അഗെയിൻ റിപ്പീറ്റ് ചെയ്യാം. അതായത് ഇൻഹെയിൽ, ഇത്രയാണ് ബഹിർ കുംഭകം എന്ന് പറയുന്നത്. ചിലപ്പോൾ നിങ്ങൾക്ക് കാണുന്ന സമയത്ത് ചെറിയൊരു കൺഫ്യൂഷൻ പോലെ തോന്നിയേക്കാം. പക്ഷെ നിങ്ങൾ പ്രാക്ടീസ് ചെയ്ത് വരുമ്പോൾ നിങ്ങൾക്ക് ഈസി ആവും. അന്തർമുഖം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉള്ളിലേക്ക് ഇൻഹെയിൽ ചെയ്തിട്ട് ഉള്ളിൽ തന്നെ ഹോൾഡ് ചെയ്യുക. പുറത്തേക്ക് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഈ 2 കാര്യങ്ങൾ ചെയ്യുന്ന സമയത്തുണ്ടല്ലോ, പ്രത്യേകിച്ച് ബഹിർ കുംഭകം ചെയ്യുന്ന സമയത്ത് നമുക്ക് ഈ ഒരു ഭാഗത്തുണ്ടല്ലോ ചെറിയൊരു പ്രഷർ പോലെ നമുക്ക് ഫീൽ ചെയ്യാനായിട്ട് സാധിക്കും. എഗെയിൻ നിങ്ങൾക്ക് ബഹിർ കുംഭകം ചെയ്യുന്ന സമയത്ത് 10 സെക്കൻഡ് കുറെ നേരം നിങ്ങൾക്ക് അങ്ങനെ ഹോൾഡ് ചെയ്ത് വെക്കാൻ പറ്റുന്നില്ലെങ്കിൽ എഗെയിൻ ഞാൻ പറയാണ്, അധികം പ്രഷർ കൊടുക്കേണ്ട. പതുക്കെ പതുക്കെ പ്രാക്ടീസിലൂടെ നിങ്ങൾക്ക് ആ ഒരു ടൈം നിങ്ങൾക്ക് കൂട്ടാം. ഇതാണ് നമ്മുടെ കുംഭക പ്രാണായാമം എന്ന് പറയുന്ന ഒരു കാര്യം. ഏതാണ് ബെസ്റ്റ് ആയിട്ടുള്ള ഒരു സമയം നോക്കുകയാണെങ്കിൽ വെറും വയറ്റിൽ നിങ്ങൾ ചെയ്യുന്നതാണ് ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള ഒരു സമയം. ദിവസവും നിങ്ങളൊരു 5 മുതൽ 10 മിനിറ്റ് വരെ നിങ്ങൾ ഇത് കുംഭക പ്രാക്ടീസ് ചെയ്ത് വരികയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് നിങ്ങളുടെ മൈൻഡും നിങ്ങളുടെ ബോഡിയിലും ആ ഉള്ളൊരു ചേഞ്ചസ് തീർച്ചയായിട്ടും നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. എല്ലാവരും ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. ഹെൽത്തി ആയിട്ട് ഇരിക്കാനായിട്ട് തീർച്ചയായിട്ടും ചെയ്യുക. സോ വീഡിയോ എല്ലാവർക്കും ഇൻഫോർമേറ്റീവ് ആയെന്ന് വിചാരിക്കുകയാണ്. ഇൻഫോർമേറ്റീവ് ആയിട്ട് തോന്നുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം. എല്ലാവരിലേക്കും ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. ചാനൽ പുതിയ ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യാനും കൂടി മറക്കരുത്. സോ മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണുന്നത് വരെ നന്ദി, നമസ്കാരം.